പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നാലാമതൊരു സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ഞാൻ എൻ്റെ ആത്മാവിനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, എൻ്റെ ഇപ്പോഴത്തെ സാക്ഷി ഞാൻ പറയുന്നത്, ഞാനൊരു തൈറോയ്ഡ് രോഗിയായിരുന്നു. പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 1 വർഷത്തോളം. പക്ഷേ ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയെ മാത്രം സ്വീകരിച്ച് അമ്മയും തിരുകുമാരനോട് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭക്തയല്ലേ അമ്മേ. ഇനി ഞാൻ ഗുളികയൊന്നും കഴിക്കില്ല, ഇന്ന് തുടങ്ങി ഞാൻ മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞ് 1 മാസത്തോളം, 1 മാസത്തിലധികമായി ഞാൻ മരുന്ന് കഴിക്കാതെ. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഞാൻ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നെ പൂർണ്ണമായിട്ടും മാതാവും തിരുകുമാരനും എന്നെ സൗഖ്യപ്പെടുത്തി. ഇന്ന് എനിക്ക് ആ രോഗമില്ല. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഈ കൈവിരലുകൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് സൗഖ്യപ്പെട്ടതാണ്. കൈ കുഴിനകം കുത്തി ആകെ വികൃതമായിരുന്നു, അതിൽ നിന്ന് സ്മെല്ല് വന്നുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ വന്ന അമ്മയോട് നമ്മുടെ പുറത്തിരിക്കുന്ന മാതാവിൻ്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു. അമ്മേ, ഈ വിരലുകൾ ഞാൻ അമ്മയുടെ കയ്യിലോട്ട് തരുകയാണ്. അമ്മ തന്നെ എനിക്കിത് സൗഖ്യപ്പെടുത്തി തരണം. ഒരു മരുന്ന് ചെയ്തിട്ടും ഇത് മാറുന്നില്ല. അന്ന് ചെന്നപ്പോൾ തുടങ്ങി ഞാൻ തൈലം രാത്രിയിൽ പുരട്ടിക്കൊണ്ട് കിടക്കും. പിന്നെ വേദന ഇല്ലാതായി ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ കൈ ഇതെങ്ങനെ മാറി. മാതാവേ, നല്ല വിരലായി മാതാവ് എനിക്കത് തിരുകുമാരനിൽ നിന്ന് എനിക്ക് സാധിച്ചു തന്നു. പിന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് എനിക്ക് ഉദരരോഗം, പിന്നെ എൻ്റെ മകന് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, അതും അമ്മ മാറ്റി തന്നു. പിന്നെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. പിന്നെ എനിക്കൊരു 20 ലീവ് എനിക്കുണ്ട്. പക്ഷേ ആ 20 ലീവും ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തത്. ഒത്തിരി പേരെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും അവരെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും. എൻ്റെ കയ്യിലുള്ള പോലെ കൊടുത്ത് സഹായിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരും. ഒരു ദിവസം ഞാൻ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയോടും തിരുകുമാരനോടും പറഞ്ഞു, അമ്മേ, എന്നെ സഹായിക്കാൻ സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും നീ എനിക്ക് അയച്ചു തരണം. എനിക്ക് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട്, കട നടത്തി ഒത്തിരി ബുദ്ധിമുട്ട് വന്ന് എല്ലാം പൊളിഞ്ഞു പോയി. ഇനി മകന് ജോലിയും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവേ, സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും നീ എനിക്ക് അയച്ചു തന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. മകന് വിദേശ ജോലിക്ക് പോകണം, കുറേ പൈസയുടെ ആവശ്യമുണ്ട്. ഒരു 4.5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇതെവിടെ നിന്ന് കിട്ടും? എന്നാൽ മാത്രമല്ലേ ഞങ്ങളുടെ കടം മാറുള്ളൂ. സ്വന്തമായി ഭവനവുമില്ല. മാതാവേ, എൻ്റെ മകൻ പോയാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അമ്മയോട് പ്രത്യക്ഷീകരണ സമയത്തിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും എനിക്ക് അയച്ചു താ അമ്മയെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പിറ്റേ ദിവസം ഞാൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിൽ ഞാനിങ്ങനെ അന്ന് ഞാൻ 6 പേരെയും കൊണ്ടാണ് വരുന്നത് പുതിയതായിട്ട്. ആ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഒരു 10-45 വയസ്സുണ്ട്, എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ കൃപാസനത്തിലേക്ക് പോകണയാണോ? ഞാൻ പറഞ്ഞു, അതെ. എന്നെയും കൂടെ കൊണ്ടുപോകുമോ? വാ, ഞങ്ങളുടെ കൂടെ വാ. കൊണ്ടുവന്നു. എൻ്റെ അടുത്തിരുന്ന് ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയി. പിന്നെ കണ്ടില്ല. അതിനുശേഷം ഞങ്ങളിവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ അപ്പുറത്തേക്ക് കടന്നു നിന്നു ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വീണ്ടും തോന്നാണ്, അമ്മയെ ഒന്നുകൂടി വന്ന് എനിക്ക് കാണണം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോണെങ്കിൽ പൊക്കോ, എനിക്ക് അമ്മയെ ഒന്നുകൂടി കാണണം, പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ വീണ്ടും ഇവിടെ അൾത്താരയുടെ അടുത്ത് വന്നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന പെൺകുട്ടി എന്നെ കാണാതെ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് സിന്ധു ചേച്ചീനെ കാണിച്ചു തരണം മാതാവേ. എനിക്ക് അമ്മയുടെ അടുത്ത് വരണമെങ്കിൽ എനിക്ക് ആ ചേച്ചീനെ കാണിച്ചു തന്നേ പറ്റൂ. ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് നിന്നത് ആ പെൺകുട്ടിയുടെ ബാക്കിലായിരുന്നു. അവൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ എന്നെ കണ്ടു. കണ്ണീരൊഴുകിക്കൊണ്ട് നിൽക്കുന്നു. അയ്യോ, സിന്ധുവിനെയാണ് ഞാൻ ഇത്രയും നേരം ആഗ്രഹിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന്. മാതാവേ, എനിക്ക് അങ്ങനെ ഞങ്ങൾ 2 പേരെയും അന്ന് മാതാവ് കൈ തന്ന് സഹായിച്ചതാണ്. എൻ്റെ മകന് അതിന് ശേഷം ജോലിക്ക് വിദേശത്തേക്ക് പോകാനായിട്ടൊരു ഇൻ്റർവ്യൂ ടെസ്റ്റ് വന്നു. എനിക്ക് എൻ്റെ കൂട്ടുകാരി ആ തന്ന
കണ്ട കൂട്ടുകാരി 6 പവൻ സ്വർണം തന്ന് എൻ്റെ മകന് വിദേശത്തേക്ക് പോകുവാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് നികത്താൻ വേണ്ടി അവൾ എന്നെ സഹായിച്ചു. എന്നോട് പറഞ്ഞു, മകൻ പോയി രക്ഷപ്പെട്ടിട്ട് ഇത് സാധനം തിരിച്ചു തന്നാൽ മതി, ഇതിനെക്കുറിച്ച് ഒട്ടും വ്യാകുലപ്പെടണ്ട, ഇത് ഞാൻ അമ്മയ്ക്കാണ് തന്നേക്കണത്, പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനുമായിട്ടാണ് ഞാൻ തന്നേക്കണത്. ടീച്ചറെ എനിക്ക് കാണിച്ചു തന്നത് അമ്മയും തിരുകുമാരനുമാണ്. ആ മകൻ രക്ഷപ്പെടണം, അതിനാൽ ഞാനിത് ഈ 6 പവൻ സ്വർണം ഞാൻ തരുന്നു, കയ്യിലുള്ളപ്പോൾ എനിക്ക് തന്നാൽ മതി. അങ്ങനെ എൻ്റെ മകന് വിദേശത്തേക്ക് പോകുവാൻ സാധിച്ചു. അമ്മയും തിരുകുമാരനും ഇടപെട്ട്, അമ്മയുടെയും തിരുകുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ വിദേശ ജോലിക്ക് പോയി. ഞങ്ങൾക്കിപ്പോൾ വളരെയധികം സന്തോഷമാണ്. ഭവനത്തിൽ നല്ല സമാധാനമുണ്ട്. അങ്ങനെ അമ്മയുടെ രൂപത്തിൽ വന്ന് ആ പെൺകുട്ടി എൻ്റെ മുമ്പിൽ വന്നു. സ്വർഗത്തിൽ നിന്ന് ആളെ അയച്ച് തന്ന് അമ്മയും തിരുകുമാരനും എന്നെ സഹായിച്ചു. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി, ഒത്തിരി നന്ദി. എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ അടുത്ത ഒരു 4 വയസ്സ് തുടങ്ങി ഒരു 13 വയസ്സ് വരെയുള്ള കുട്ടികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ചേർന്ന് അവിടത്തേക്ക് ഭക്ഷണ സാധനങ്ങൾ, അരി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ള പോലെ ആരെ കണ്ടാലും ഞാൻ അവർ അർഹതയാണെന്ന് തോന്നുമ്പോൾ അവർക്ക് ഞാൻ കൊണ്ടുപോയി സഹായിക്കും. പിന്നെ 6 കെട്ട് പത്രം ഞാൻ എല്ലാ മാസവും വന്ന് ഞാൻ ഇവിടെ വന്ന് വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ അറിയാത്തവരുടെ കൈകളിൽ എനിക്കിത് കൊടുക്കാൻ സാധിക്കണേ. അമ്മയും തിരുകുമാരനെ അറിയാത്തവർക്ക് എനിക്ക് അവരെ അറിയിക്കണം. എൻ്റെ ഈശോയെ എനിക്ക് ഈ പ്രേക്ഷിത പ്രവൃത്തിയിലൂടെ എനിക്ക് കർത്താവിലേക്ക് കൂടുതൽ അടുക്കണം. എനിക്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ അങ്ങനെ 6 കെട്ട് ഗവൺമെൻറ് ആശുപത്രികളിലും റോഡ് സൈഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഒത്തിരി അവഹേളനങ്ങളും കേട്ടിട്ടുണ്ട്. പിന്നെ അവരുണ്ടായ കാര്യം, ഒരു കഴുത്തിൽ ജപമാലയൊക്കെ ഇട്ടൊരു ചേട്ടനാണ്. ഞാൻ ഈ പത്രം കൊടുത്തപ്പോൾ ആ ചേട്ടൻ എന്നോട് പറയാണ്, ഞാൻ പത്രം വാങ്ങിക്കാം, പക്ഷേ 500 രൂപ എനിക്ക് തരണം എന്ന്. അങ്ങനെയൊക്കെ ആ ടൗണിൽ ഒത്തിരി പരിഹാസങ്ങൾ കേട്ടു. എല്ലാം ആ പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഈശോയെ, അങ്ങനെയൊക്കെ നല്ലത് മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ. കർത്താവിന് വേണ്ടി നമ്മൾ സഹിക്കുന്നതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അമ്മയോട് പറയും, അമ്മ എല്ലാവർക്കും അമ്മ സ്വപ്നത്തിൽ വന്ന് കാണുന്നുണ്ടല്ലോ, എനിക്ക് എന്താ അങ്ങനെയൊന്നും സ്വപ്നത്തിൽ അമ്മ കാണാൻ വരാത്തെ? പക്ഷേ എന്നൊക്കെ ഞാൻ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നതോ അന്നൊക്കെ ജോസഫച്ചനാണ് എൻ്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നത്. 3 പ്രാവശ്യം ഞാൻ ജോസഫച്ചനെ കണ്ടു. ഒരു ദിവസം ജോസഫച്ചൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഞാൻ ഓടി വന്ന് കാലത്ത് തൊട്ട് ഞാൻ പറയാണ്, എൻ്റെ ആകുലതകൾ എന്തൊക്കെയോ ഞാൻ അച്ഛനോട് പറയുന്നു. അച്ഛനൊന്നും മിണ്ടാതെ എന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. അതുപോലെ തന്നെ പിന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്നു. അതേ സ്വപ്നത്തിൽ കണ്ട പോലെ എനിക്ക് അച്ഛൻ്റെ കാല് തൊട്ട് വന്നിക്കാൻ സാധിച്ചു. അങ്ങനെ പിന്നെ ആത്മീയമായിട്ട് ഒത്തിരി എനിക്ക് ഉണ്ടായ അനുഭവം, ഇവിടെ വന്ന് സുഗന്ധാഭിഷേകങ്ങളൊക്കെ എനിക്ക് 3 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇത് ഇവിടെ തന്നെയുള്ള സ്മെല്ലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. മുല്ലപ്പൂവിൻ്റെയും പിന്നെ ഈ ഒത്തിരി നല്ല സുഗന്ധത്തിൻ്റെ അഭിഷേകം എനിക്ക് ഒത്തിരി 3 പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വിചാരം ഇവിടെ തന്നെയുള്ള ഈ സ്മെല്ലാണെന്നാണ് എനിക്ക് വിചാരിച്ചത്. അങ്ങനെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മൊബൈലിൽ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഈശോ, ഞാനിവിടെ കാണിച്ചതാണ്, ഈശോ മൊബൈലിൽ തെളിഞ്ഞു വന്ന് ഒരു സൈഡ് ഒരു പുരികവും കണ്ണും മാത്രം, ഈ സൈഡിൽ തിരി കത്തി നിൽക്കുന്നു, ഒരു സൈഡ് മാത്രം ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നു. പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനിയും എൻ്റെ മരണം വരെ എനിക്ക് എൻ്റെ ഈശോ അമ്മയും മാത്രമുള്ളൂ. 3 കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. 2018 ഉണ്ടായതാണ്. 2018 ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്ന് മാറുന്നു. ഈ സാക്ഷി ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ വന്ന് നിന്നപ്പോൾ മാതാവ് ചുണ്ട് വിതുമ്പി നിൽക്കുന്ന മാതാവിനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ, ഇവിടെ മാതാവും എന്നെപ്പോലെ സങ്കടപ്പെട്ട് നിൽക്കുന്ന മാതാവാണല്ലോ. അങ്ങനെ ഞാൻ കണ്ടു. പിന്നെ ഈശോനെ കണ്ടു. എല്ലാത്തിനും നന്ദി പറയുന്നു. ഇനി എൻ്റെ മരണം വരെയും എൻ്റെ ഈശോ അമ്മയും മാത്രമാണ് എൻ്റെ കൂടെ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 147:3. തകർന്ന മനസ്സിനും ഭാരം നിറഞ്ഞ ഹൃദയത്തിനും ദൈവം ആശ്വാസവും സമാധാനവും നൽകുന്നു. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ലവനായ ഒരു ദൈവമുണ്ട്.
ഒരമ്മയുണ്ട്. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാനും നിരാലംബരുടെ മുറിവുകൾ വെച്ച് കെട്ടാനും നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ആശ്വാസത്തിനായി നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. സിന്ധു ദിലീപ് എന്ന മകൾ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടിയപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ തൻ്റെ കാര്യങ്ങളെല്ലാം ഈശോയോടും പരിശുദ്ധ അമ്മയോടും പറഞ്ഞത്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ 2 രോഗസൗഖ്യങ്ങളാണ്. 1 വർഷം നീണ്ടു നിന്ന തൈറോയിഡ് എന്ന അസുഖം മരുന്ന് 1 വർഷം കഴിച്ചു. പിന്നീടാണ് 1 മാസത്തേക്ക് മരുന്നില്ലാതെ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. തൈറോയിഡ് എന്ന അസുഖം പൂർണ്ണമായി മാറുകയും കയ്യിലുണ്ടായിരുന്ന കുഴിനകം ആ മകൾ പറഞ്ഞതുപോലെ വളരെ പരിതാപകരമായിരുന്നു. വേദന ഭയങ്കരം. മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരോരോ കെട്ടിവെച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. എപ്പോഴും മറ്റുള്ളവരെ കാണിക്കാതിരിക്കാനായിട്ട് അത്രമാത്രം ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് ഈ ഉടമ്പടിയിൽ ഈ 2 കാര്യങ്ങൾ വെച്ചിരുന്നത്. കുഴിനകത്തിൻ്റെ കാര്യവും തൈറോയിഡിൻ്റെ കാര്യവും. അതും പരിശുദ്ധ അമ്മയും ഈശോയും സൗഖ്യപ്പെടുത്തി കൊടുത്തു. പിന്നീടാണ് മകന് ജോലിക്ക് പോകുന്ന കാര്യം പ്രാർത്ഥിച്ചപ്പോഴാണ് ജോലി കിട്ടിയത്. ഇനി പുറത്തേക്ക് പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സമയത്ത് പിന്നീട് വീണ്ടും പരിശുദ്ധ അമ്മയുടെ ഈ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. എവിടെ നിന്നോ വന്ന ഒരു മകൾ, ഉടമ്പടി എടുത്ത ഒരു മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. പോകുന്ന വഴിക്ക് അന്നേ ദിവസം ആദ്യമായി കണ്ട ഒരു വ്യക്തി 6 പവൻ്റെ ഒരു മാല ഈ മകൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോൻ പോട്ടെ, അവൻ രക്ഷപ്പെടട്ടെ. ഇതാണ് ഒരമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് നിലവിളിച്ചപ്പോൾ ഈശോയും അമ്മയും ചേർന്ന് ഈ മകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വേറൊരു വ്യക്തിയിലൂടെ നടത്തി കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരാശ്വാസത്തിനായിട്ടാണ് നമ്മളെപ്പോഴും കൃപാസനത്തിൽ വന്നെത്തുന്നത്. അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിത തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങിപ്പോവുകയാണ്. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോഴാണ് നമ്മുടെ തടസ്സങ്ങൾ മാറുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആഴത്തിൽ അനുഭവിക്കുവാൻ ഉടമ്പടി മക്കൾക്ക് സാധിക്കും. വേഗതയുടെ ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി. ഈ മകൾക്ക് ദൈവം കനിഞ്ഞു നൽകിയ ഓരോ അനുഗ്രഹത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മാതാവിൻ്റെ ഈശോയുടെ സാന്നിധ്യം ഈ മകൾക്ക് ലഭിച്ചതിനും രോഗസൗഖ്യത്തിനും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.